ക്ലാസ് എടുക്കുന്ന ആ സമയത്ത് വിനയ ഉള്ള സിനിമയിലുണ്ട്. അതെ, ആ ഒരു അതെന്താണ് ശരിക്കും പാഷന്റെ പേരിലാണ് തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ 50 ദിവസം വർക്ക് ചെയ്ത ഇന്നത്തെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ എന്നൊക്കെ അവകാശപ്പെടാവുന്ന ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ എനിക്ക് 1 രൂപ കിട്ടിയിട്ടില്ല. 50 ദിവസം വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ പ്രേമം വരെ അല്ലെങ്കിൽ ഒരു 7th ഡേ വരെ പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര അണ്ടർപെയ്ഡ് ആയിരുന്നു. എനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഈ പറയുന്ന ബസ് കാശ് അടക്കം ഞാൻ എൻ്റെ അച്ഛനോട് വാങ്ങിയിട്ടായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ആ ടൈമിൽ അതായത് എനിക്കിപ്പോഴും പാഷനാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ വർക്ക്ഷോപ്പ് എടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെറ്റർ ആവും. ഇപ്പം എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ സുമേഷിന് പറഞ്ഞു തരുമ്പോൾ ഞാൻ കൂടുതൽ ക്ലിയർ ആവുകയാണ്. അപ്പോൾ അതുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് സർവൈവൽ ഒരു പുതിയൊരു നടനൊക്കെ എത്രത്തോളം റെമ്യൂണറേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.